നമസ്കാരം. ഇന്ന് കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിപക്ഷം ഒന്നടങ്കം ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് മുതലപ്പൊഴിയിലെ ജനങ്ങളുടെ കഷ്ടം. തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ, ദുരന്ത അനുഭവങ്ങൾ അവിടെയുള്ള ആളുകളുടെ ജീവിതത്തെ വളരെ ക്ലേശകരമാക്കി മാറ്റുന്നു. കടലിൻ്റെയും കായലിൻ്റെയും സംഗമ സ്ഥലമായ ആ പ്രദേശത്തെ ജനങ്ങൾ ജീവിതത്തിൻ്റെ ആശങ്കകളും ഭയപ്പാടുകളും മൂലം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദുഃഖം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും ഭരണകൂടം ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വലിയ ക്ലേശകരമാണ്. കയ്യോ വളരുന്നത് കാലോ വളരുന്നത് എന്ന് കരുതി കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരും വീടിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് ചിലവുകൾ നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരും മറ്റു പുരുഷന്മാരും, ഭർത്താക്കന്മാരുടെയും പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ആൺമക്കളുടെയും ഒക്കെ ക്ലേശങ്ങളിൽ മനം നൊന്ത് ജീവിതം ഉരുകി തീർക്കുന്ന സഹോദരിമാരും. കേരളത്തിലെ ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗം സ്ത്രീകളായിരുന്നിട്ടും കേരളത്തിൻ്റെ ഭാവി കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിക്ഷിപ്തമായിട്ടും ദാരിദ്ര്യത്തിൻ്റെ രേഖയ്ക്ക് താഴെയുള്ള സാധാരണ ജനം കടലിനോടും കായലിനോടും കാലാവസ്ഥയോടും ഏറ്റുമുട്ടിക്കൊണ്ട് 3 നേരത്തെ ഭക്ഷണത്തിന് പെടാപ്പാട് പെടുമ്പോൾ ഭരണകൂടം അതിൻ്റെ മേൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ അവരുടെ രോദനത്തെ വനരോദനമായി കാണുന്നതിൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ അമ്മമാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധം കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ്, എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്, എല്ലാ സഹോദരന്മാർക്കും വേണ്ടിയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഈ സമരമുറയെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നങ്ങളുടെ മേലുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അടിയന്തരമായി ഉണ്ടായി മുതലപ്പൊഴിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ തീർച്ചയായും ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ളൊരു ആഹ്വാനം കൂടെയാണ് പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. ആ പ്രതിപക്ഷത്തിൻ്റെ ആഹ്വാനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഈ പ്രശ്നത്തിൻ്റെ മേൽ ഗവൺമെൻറ് സത്വരമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടെ ചെയ്യുന്നു.